പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായനേക്കും ദാഹിക്കും നിന്നാത്മം ദേവാ നിന്നെ പ്രാപിക്കാനായുള്ള ദാഹിക്കുന്നു. നീരിനായി തേടുന്ന പേടമാപ്പോ മാനിക്കായി കേഴുന്ന വേഴാമ്പൽ പോ ചുറ്റിത്തിരിഞ്ഞു ഞാനങ്ങുമിന്നും നിത്യപ്രകാശമേ നിന്നെ തേടി. ശാശ്വത സൗഭാഗ്യം നിന്നിലല്ലോ, ശാശ്വത സ്നേഹവും നീ താനല്ലോ. സൗഭാഗ്യം നേടിടുകിൽ ഹായത്ര ധന്യം എൻ ജീവിതമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ അങ്ങ് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ
എന്തുകൊണ്ടെന്നാലും എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായന്തേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവേ, ദയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായന്തേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം ആകർത്തനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുബ്രഹ്മണ്യം ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ഗുരുവാസനം. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ സതതം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെ പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാറുണ്ട്. മുമ്പ് സുവിശേഷം ശ്രമിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇനിയെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് മറ്റൊരു ദിവസത്തെ പറ്റി ദൈവം പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത വിശ്രമം ലഭിക്കാനിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവിടുത്തെ പോലെ തന്നെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. സുവിശേഷ ഗ്രന്ഥം തുറക്കാം, സുവിശേഷ വചനം ശ്രവിക്കാം, സുവിശേഷ വൃത്തിൽ നിറച്ച് സുവിശേഷ വേലകൾ ചെയ്യാം. സുവിശേഷ ഗ്രന്ഥം തുറക്കാം, സുവിശേഷ
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1:29 മുതൽ തിരുവചനം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നത് നീ കാണുന്നു, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത്. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അവൻ പറഞ്ഞത് കേട്ട് ആ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവൻ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശെമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശെമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശെമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നമ്മളുടെ കൊന്തയിലെ കുരിശ് ഒരു പാമ്പിൻ്റെ പോലെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞെന്തോ ഒരു അടയാളമൊക്കെ കണ്ട് നിങ്ങൾ ആരെങ്കിലും സംശയിച്ചിട്ടുണ്ട്? കുറേ കാലം മുമ്പ് ചില ആളുകൾ കൊന്ത കൊണ്ടുവന്നിട്ട് ചോദിക്കുക, ചിലതിനൊരു പാമ്പിൻ്റെ പോലെ ഒരു അടയാളം കാണുന്നത് എന്താണ്? പലരും പറയുന്നത് ചൈനയിൽ നിന്ന് പിശാചിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള കൊന്തയാണ് എന്ന് പറയുന്നു. അങ്ങനെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ കൊന്ത? പാമ്പുള്ള കൊന്ത കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെക്ക് ഭയങ്കര പോപ്പുലർ വന്നത്. ഒത്തിരി കൊന്തകൾ അങ്ങനെ മാർക്കറ്റിലുണ്ട്. നമ്മൾ കടയിൽ പോയി അല്ലെങ്കിൽ ഒരു വിശുദ്ധ വസ്തുക്കളൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ ചെന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അതിൽ വളഞ്ഞു പൊളഞ്ഞൊരു അടയാളം ആ കൊന്തയുടെ കുരിശിലിങ്ങനെ കാണും. ഈശോ കുരിശിൽ കിടക്കുന്നു. കിടക്കുന്ന കുരിശിൽ അങ്ങനെ ഒരു വളഞ്ഞു പൊളഞ്ഞൊരു സാധനം. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് അത്തരം കൊന്തകൾ ധാരാളമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ പ്രചരിക്കപ്പെട്ടിരുന്നു. അപ്പം അത്തരം കൊന്തകൾ കൊണ്ടുവന്ന് ആളുകൾക്ക് ഉള്ളിലൊരു ഭയം തോന്നിയിട്ട് ആ കൊന്ത കൊണ്ടുവന്ന് കൊടുക്കും. അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലോ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ അത്തരം കൊന്തകൾ കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കൊന്ത? ചിലർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങൾ മുഖമൊക്കെ മൂടിയിരിക്കുന്നതുകൊണ്ട് അറിയില്ല നിങ്ങൾ എന്താ പറയുന്നത്. യെസ് എന്നാണോ നോ എന്നാണോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത്തരം കൊന്തകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് കണ്ട് ഒരുപാട് പേര് പരിഭ്രമിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ്. എന്നിട്ട് ആ കൊന്തകൾ വികാരിയച്ഛന്മാരുടെ അടുത്തും അല്ലെങ്കിൽ
സർപ്പം ഒരടയാളമാണ്. ഒരടയാളമാണ് സർപ്പം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സർപ്പം ഒരടയാളമാണ്. അപ്പം അതുകൊണ്ട് പല ചിത്രീകരണങ്ങളിലും ഈ സർപ്പത്തിനെ കാണും. സർപ്പം ഒരടയാളം എന്ന് പറയുമ്പോൾ ഏതടയാളമാണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്? സർപ്പം എന്തിൻ്റെ അടയാളമാണ്? എന്തിൻ്റെ പ്രതീകമാണ്? പിശാച്, അല്ലേ? പിശാച്. എന്നാൽ സർപ്പം ഈ ബൈബിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സർപ്പം പിശാചിൻ്റെ മാത്രം അടയാളമല്ല. ഏദൻ തോട്ടത്തില് ആദിമാതാപിതാക്കൾ പാപം ചെയ്യാൻ കാരണമായത് പിശാച് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയെ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കതറിയാം. അതുകൊണ്ടാണ് നമ്മൾ സർപ്പത്തെ കാണുമ്പോൾ അതൊരു ഈവിൾ, ഒരു തിന്മയുടെ അടയാളമാണ്, പിശാചിന്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കൊന്ത പിശാചിന്റെ കൊന്തയാണ് എന്ന് നമ്മൾ പറയാനും കാരണം. പക്ഷേ സർപ്പം പിശാചിന്റെ മാത്രം അടയാളമാണ്. ഈ അടയാളങ്ങളുടെ ഒരു പ്രത്യേകത, ഒരേ അടയാളം പലപ്പോഴും പല കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുക, സർപ്പം ക്രിസ്തുവിൻ്റെയും അടയാളമാണ്. പല ദേവാലയങ്ങളിലും, നമ്മുടെ നാട്ടിലല്ല, പല ദേവാലയങ്ങളിലെയും ചിത്രീകരണങ്ങളിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ സർപ്പത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കുരിശിലിങ്ങനെ വളർന്നു പൊളിഞ്ഞു കിടക്കുന്ന സർപ്പം ക്രിസ്തുവിൻ്റെ അടയാളമാണ്. എന്തുകൊണ്ടായിരിക്കും? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്, തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞൊരു കാര്യം. സർപ്പം തീർന്നിട്ടില്ല, വീണ്ടും സർപ്പം വിവേകത്തിൻ്റെ അടയാളമാണ്. വിവേകം, പ്രൂഡൻസ്. പ്രൂഡൻസ് എന്ന് പറയുന്ന, വിവേകം എന്ന് പറയുന്ന പുണ്യത്തിൻ്റെ അടയാളമാണ് സർപ്പം. ഈശോ എന്താ പറയുക? നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കും. മധ്യശതകങ്ങളുടെ ഒരു പ്രത്യേകത, ലോകത്തെ മുഴുവൻ, ഈ പ്രകൃതിയെ മുഴുവൻ ചില അടയാളങ്ങളായി, പ്രതീകങ്ങളായി മനുഷ്യൻ കണ്ടിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ക്രിസ്ത്യൻ ഫിലോസഫി, ക്രിസ്തീയ ദർശനത്തിന്റെ വെളിച്ചത്തിൽ എന്തും, മഴ പെയ്താൽ അതിനടയാളമാണ്, ദൈവം അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ അവിടെ ഒരു പൂ വിരിഞ്ഞാൽ അതിനടയാളമാണ്, ഇടി വെട്ടിയാൽ അതിനടയാളമാണ്. അങ്ങനെ എന്തിനേയും ഏതിനേയും അടയാളങ്ങളായി വ്യാഖ്യാനിക്കുന്ന ഒരു ശീലം മധ്യശതകങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെന്റ് തോമസ് അക്വീനാസ്, സഭയിലെ വലിയൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, മാർപ്പാപ്പമാര് പോലും വിശ്വാസ സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ സംശയങ്ങളോ ഉണ്ടാകുമ്പോൾ ഉപദേശം നേടിയിരുന്നത് ഈ വിശുദ്ധ തോമസ് അക്വീനാസ്. അദ്ദേഹം പറഞ്ഞു, ബൈബിളിന്റെ വെളിച്ചത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഈ അടയാളങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അല്ലാത്ത അതിൽ തന്നെ ഒരു പൂവാണ്. ഒരു പൂ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിലുപരി അതൊരു പൂവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ അതിനൊരു അർത്ഥമുണ്ടെങ്കിൽ മാത്രമേ അതിനെ അങ്ങനെ ഒരു അടയാളമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. അങ്ങനെ സെന്റ് തോമസ് അക്വീനാസ്. ഇന്നത്തെ സുവിശേഷത്തിൽ കുഞ്ഞാട് എന്നൊരടയാളം സ്നാപയോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയെ നോക്കിക്കൊണ്ട് പറയാണത് കുഞ്ഞാട് എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കും. ഇതാടാണോ? ഇതാടെന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യ കൊച്ചാണ്, സുന്ദരനായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൻ നോക്കിക്കൊണ്ട് കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ്? വചനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ആ ആട് എന്ന പ്രതീകത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നു. കുഞ്ഞാട് എന്ന പ്രതീകത്തിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത് വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ഹെബ്രായ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. യോഹന്നാൻ ഈശോ വരുന്നത് കാണുമ്പോൾ പറയുന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്താൻ സ്നാപകയോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു അടയാളം, ഒരു പ്രതീകമാണ്. സ്നാപകയോഹന്നാൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ചുറ്റും കൂടിയിരുന്ന മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായ ചിന്ത എന്തായിരുന്നു? അവർക്കറിയാവുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന ആട്
ഒന്ന് ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ളത്. അസാസേൽ എന്ന് പറയുന്ന ഒരു തിന്മയുടെ പ്രതീകം, ഒരു പിശാചിനുള്ള ആടിനെ അവര് ബലിയർപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ ആടിന്റെ ചെവിയിൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ പുരോഹിതരിങ്ങനെ ഏറ്റുപറയും. ആ ആടിന്റെ ചെവിയിൽ കുമ്പസാരം ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം ആ ആട് ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തു വന്നത്. എന്നിട്ട് ആ ആടിനെ അടിച്ച് അതിനെ പരമാവധി ഉപദ്രവിച്ച് അതിന്റെ രോമത്തിലൊക്കെ പിടിച്ച് വലിച്ച് അടിച്ചോടിക്കും. അങ്ങനെ മരുഭൂമിയിലേക്ക് ഇതിനെ ഓടിച്ച് അത് മരുഭൂമിയിൽ ചില പാറയിടക്കുകളിലൊക്കെ വീണ് ചത്തുപോകും. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന ക്രിസ്തു, അതാണ് ആ ആടിന്റെ പ്രത്യേകത. രണ്ടാമത്തെ ആടിനെ പാപപരിഹാരത്തിന് വേണ്ടി ദേവാലയത്തിന് ബലിയർപ്പിക്കും. അതിനകത്ത് ബലിയർപ്പിക്കും. കുരിശിൽ കിടന്ന് സ്വയം ബലിയായി തീരുന്ന ക്രിസ്തുവാണ് ആ രണ്ടാമത്തെ ആടിന്റെ പ്രതീകം. ഈ ആടിന്റെ പ്രതീകം ആവർത്തിച്ച് ക്രിസ്തുവിന്റെ പല ഭാവങ്ങളെ, ക്രിസ്തുവിന്റെ ക്രിസ്തു കടന്നുപോയ പല അനുഭവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പെസഹായിന് ഒരാടിനെ അറുത്തുന്നുണ്ട്. പെസഹായുടെ രാത്രി പഴയ നിയമത്തിൽ ആടിനെ അറുത്തതിന്റെ രക്തം കട്ടിലപ്പടിയിൽ തളിക്കണമെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ആ പെസഹാ കുഞ്ഞാടാണ് ഈശോ. അതുപോലെ തന്നെ ജെറമിയ പ്രവാചകനും യെശയ്യാ പ്രവാചകനും ഒക്കെ അവരുടെ പ്രവചനങ്ങളിൽ അറുക്കപ്പെടാൻ പോകുന്ന, ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന ആടിനെ കുറിച്ച് പറയുന്നു. അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നു. അതെല്ലാം നിവൃത്തിയാകാനുള്ളത് ക്രിസ്തുവിലാണ് എന്നുള്ളൊരു സൂചനയാണ് സ്നാപകൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതിലുള്ളത്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അതിലുള്ളത് പഴയ നിയമത്തിൽ നാം കാണുന്ന പലയിടങ്ങളിലും പ്രവാചകന്മാരിലൂടെയും നിയമത്തിലൂടെയും ഒക്കെ കാണുന്ന അവിടെയൊക്കെ അടയാളപ്പെടുത്തുന്ന പ്രതീകമായ ആട്, ബലിയർപ്പിക്കപ്പെടുന്ന ആട്, ആ ആടിന്റെ പ്രതീകം യഥാർത്ഥത്തിൽ പൂർത്തിയാകാൻ പോകുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് സ്നാപകൻ ചെയ്യുന്നത്. സ്നാപകന്റെ ആ വെളിപ്പെടുത്തലിലേക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന്, സ്നാപകൻ തന്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. സ്നാപകൻ ആരാണ് എന്ന് അന്വേഷിച്ച് ഫരിസേയര് ആളുകളെ അയക്കുന്നില്ല. പുരോഹിതന്മാരും ലേവ്യന്മാരും അവിടെ വന്ന് യോഹന്നാനോട് ചോദിക്കുന്നു, നീ ആരാണ്? ഒരു മാമോദിസായും ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും ഒന്നായി തീരുവാനിടയാക്കണമെന്ന് നിന്റെ മുന്നോടിയായ യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന്റെ മാതൃകകളുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ, ഈ ബലിവേദിക്ക് ചുറ്റും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതോർത്ത് ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു. ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകത്തിന് സൗഖ്യവും സമാധാനവും നൽകാനുള്ള എല്ലാ പ്രയത്നങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ആഗ്രഹിച്ചിട്ടും ദേവാലയത്തിൽ എത്താൻ കഴിയാതെ പോകുന്ന എല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. പുതിയ ഉൾക്കാഴ്ചകൾ നൽകി ഞങ്ങളെ അങ്ങ് സമ്പന്നരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യം തിരിച്ചറിയാനും മറ്റുള്ളവരിലും ഞങ്ങളിലും അങ്ങയെ തന്നെ വെളിപ്പെടുത്തുവാനും വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ ബലിവേദിയിൽ അർപ്പിക്കപ്പെടുന്ന കാഴ്ചദ്രവ്യങ്ങളോട് ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ ആരാധ്യമായ നൃത്തത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമാതാവാം കന്യാമേരി സ്നേഹമോടൊത്തിട അൾത്താരയിൽ
സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. ശ്രീമന്മാരെ ധന്യരക്തസാക്ഷികളെ ശാന്തി ഭൂമിയിലു കൈവരാൻ പ്രാർത്ഥിക്കണമേ. ഹൃദയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാൽ കാന്തിയണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സകല സൃഷ്ടികളാലും പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചത്തിൽ പ്രദാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ശരീരത്തിലേക്കും നിത്യായുസ്സിലേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലരുടെയും നാഥനായ ദൈവം തന്റെ അപേക്ഷകൾ കേൾക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശുദ്ധായ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ. സ്വർഗചിന്തകളാ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാം
പരമനാഥൻ കാഴ്ചവെക്കുന്നു. സത്യമായതു മനുഷ്യന് കടമയല്ലോ, ഭക്തിയോടുചിതമായത് ചെയ്തിടേണം. സത്യമായതു മനുഷ്യന് കടമയല്ലോ, ഭക്തിയോടുചിതമായത് ചെയ്തിടേണം. സമാധാനം നമ്മോടുകൂടെ. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേണം. ഇഹ പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു നിരുപമനേ. ഓശാന ഈശനു സദനം. ഓശാന ഓശാന ഓശാന. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാഗരം, അങ്ങയോട് സദൃശം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോട് മർത്യമായ ശരീരത്തോടെ കൂടി പരിപൂർണ മനുഷ്യരായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഭരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണം ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നത്
പുതിയ ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം. കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി കൊറോണ എന്ന പകർച്ചവ്യാധിക്കെതിരായ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും വിജയകരമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യനും ബലഹീനനുമായ എനിക്കും വേണ്ടി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോടെ ഇതിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് വിടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനെന്ന വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായും നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂമിയിലാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഈ ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂമിയിലാ ദൈവം നൽകും ജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നും എന്നേരവും ആരാധന. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസാദിപ്പിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പഠിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവരുടെ ശരീരം കൊണ്ട് പിന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ നിങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ജലത്താലും രോഗിയാലും നാം മിശിഹായുടെ ഭൗതിക ശരീരത്തിന്റെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകും. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെ കൃതജ്ഞതയുടെ കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും
ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി എന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധയിൽ പ്രീതിജനമായത് വർദ്ധിച്ച എല്ലാവരുടെ വന്നിച്ച് സ്വർഗരാജ്യത്തിൽ ലോകമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായനേക്കും ദൈവമേ, ഞങ്ങളി പൂജയാലെ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാമിന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. ഇനിയും ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോല്ലയോ